നമ്മൾ ടൈഗർ റിസർവിലേക്ക് കയറിയ നമ്മളൊരു അമ്പലത്തിൽ പോകാനായിട്ട് കയറുവാണ്. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കാതെ കയറാൻ പറ്റിയല്ല. ടൈഗർ റിസർവ് നമ്മുടെ വണ്ടിയുടെ നമ്പരും ഡീറ്റെയിൽസും എല്ലാം എഴുതി കൊടുക്കണം. ഈ കാണുന്ന ആൾക്കാർ മൊത്തം അവിടെ പോയിട്ടാണ് കേട്ടോ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് മുണ്ടന്തുറൈ ടൈഗർ റിസർവ്, ഇന്ത്യാസ് ഫസ്റ്റ് ടൈഗർ റിസർവ്. നമ്മൾ അതിനകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. മൃഗങ്ങളൊക്കെ ക്രൂസ് ചെയ്യാം, കാരണം പയ്യെ പോകാനുള്ള കണ്ടിട്ട് നമുക്ക് 5 മണി വരെ സമയമുള്ളൂ. അകത്ത് അമ്പലം 4 മണിയാകുമ്പോൾ അടയ്ക്കും. 5 മണിയാകുമ്പോൾ തിരിച്ച് നമ്മൾ താഴെ ഇറങ്ങണം. ഇറങ്ങിയില്ല ഒരു കേസ് എടുക്കും. പെട്ടെന്നല്ല, നമുക്ക് സമയമുണ്ടോ? ഇപ്പൊ സമയം 3 ആയോ? 4 മണിക്ക് നമുക്കൊരു 4:30 ആകുമ്പോൾ അവിടെ തിരിച്ചാൽ 5 കുറെ മൈലുണ്ട് കേട്ടോ. അതൊന്നും കിട്ടത്തില്ല. നോക്ക് ഇങ്ങനെ ഏരിയയാണല്ലോ ഇവിടെ. ഈ കാട്ടിനകത്ത് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നല്ലേ. നമ്മളിപ്പോ ടൈഗർ നമ്മളെ കാട്ടുപോത്തിനെ കണ്ടു. ചേട്ടാ ഇവിടെ വേറൊരു ഷേപ്പാണ്. നമ്മൾ രാവിലെ കണ്ടതിൻ്റെ അത്ര നല്ല, രാവിലെ കണ്ടതിന്റെ അത്ര ഇല്ല. രാവിലെ കണ്ട ഇങ്ങനെ അല്ലല്ലോ. റെഡോ? ആ അവിടെയാ നമുക്ക് പോകേണ്ടത്. ഇതുണ്ടോടാ അതിന് അതാണ് അമ്പലം. പാലത്തേക്ക് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എടുക്കണേ. ഇവിടെ നോക്കണം. നേരെ പിടിച്ചൊന്ന് നോക്കിക്കേ. താമ്രപർണി നദിയുടെ തീരത്ത് അഗസ്ത്യമുനിയാണ് അയ്യനാറുടെ പേരിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. സുരിമുത്തു അയ്യനാർ കോവിൽ എന്ന് വിളിക്കുന്നു. ശാസ്താവിന്റെ ക്ഷേത്രങ്ങളിൽ മൂലസ്ഥാനമാണ് അഗസ്ത്യ മഹർഷി പ്രതിഷ്ഠിച്ച ഈ സുരിമുത്തു അയ്യനാർ കോവിലിൽ നിന്ന് തമിഴ്നാട്ടിലെ വിശ്വാസം. അഗസ്ത്യമുനി തപസ്സനുഷ്ഠിച്ച പാറയ്ക്ക് മുന്നിലെ മണിമരത്തിനും ധാരാളം കഥകൾ പറയാനുണ്ട്. കോവിലിലെ വഴിപാടായി ഭക്തർ മണികൾ നേരാറുണ്ട്. എത്ര വലിയ മണിയായാലും മരം അതിനെ വിഴുങ്ങുമെന്നാണ് വിശ്വാസം. ഭക്തർ അടിച്ചുറപ്പിക്കുന്ന മണി അടുത്ത വർഷം വരുമ്പോൾ ഉള്ളിലേക്ക് ഞെരുങ്ങിയിട്ടുണ്ടാകും. ഭഗവാൻ തന്റെ പ്രാർത്ഥന സ്വീകരിച്ചെന്നാണ് ഇതിനർത്ഥമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ പേര് സുരിമുത്തു അയ്യനാർ കോവിൽ എന്നാണ്. അഗസ്ത്യ മഹർഷി പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. പരമശിവന്റെയും പാർവതിയുടെയും വിവാഹത്തിന് ദേവന്മാരും സർവ്വജനങ്ങളും കൈലാസത്തിലേക്ക് പോയി. എല്ലാവരും എത്തിയതോടുകൂടി വടക്കുഭാഗം താഴ്ന്നു, തെക്കുഭാഗം ഉയർന്നു. ഭൂമി സന്തുലനമാകാൻ ശിവൻ അഗസ്ത്യനെ തെക്കുഭാഗത്തേക്ക് അയച്ചു. യോഗനിഷ്ഠയിലിരുന്നു. അഗസ്ത്യന് ദിവ്യദർശനം ലഭിച്ചു. കണ്ണു തുറക്കുമ്പോൾ ശാസ്താവ് മഹാലിംഗ പ്രതിഷ്ഠ നടത്തി പൂജിക്കുന്നത് കണ്ടു.
അദ്ദേഹത്തെ ചുറ്റി പരിവാര ദേവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആകാശത്തു നിന്നും ദേവകൾ സ്വർണ്ണപ്പൂക്കൾ ചൊരിഞ്ഞു. അങ്ങനെ അഗസ്ത്യൻ സുരിമുത്തു അയ്യനാരെയും മഹാലിംഗ സ്വാമിയെയും ഇവിടെ പ്രതിഷ്ഠിച്ചെന്നാണ് വിശ്വാസം. ആകാശത്തു നിന്നും സ്വർണ്ണപ്പൂക്കൾ ചൊരിഞ്ഞ സ്ഥലമായതിനാൽ പൊൻ സ്വരിമുത്തു എന്ന പേരും ലഭിച്ചു. പിന്നീട് അത് ലോപിച്ച് സ്വരിമുത്തു എന്നായി. പട്ടവരായരുടെ പ്രതിഷ്ഠയും സുരിമുത്തു അയ്യനാർ കോവിലിന് സമീപമുണ്ട്. പട്ടവരായർക്കാണ് കാണിക്കയായി ചെരുപ്പ് സമർപ്പിക്കുന്നത്. ഇത് ഭട്ടവരായൻ്റെ ടെമ്പിളാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ മൂർത്തി. ഒരു ഭട്ടവരായ ടെമ്പിൾ. ഇവിടെ കൈകാൽ വേദനയുള്ളവർക്കൊക്കെ ചെരുപ്പ് പൂജിക്കുന്നു. ഇത് നെഞ്ചുകൊണ്ടൊക്കെ അത് വെച്ച് അടിക്കുന്ന സൂര്യോടെ പോയി നീ വാങ്ങിച്ചേ? ചുമ്മാ വന്നോ? നീ എന്നാ ചോദിച്ചേ? ഞാനത് പൂച്ച ആ അങ്ങനെ ഞങ്ങൾ അയ്യപ്പൻ്റെ ആദ്യത്തെ അമ്പലത്തിൽ വന്നു. അയ്യപ്പൻ്റെ പേരിൽ ആദ്യമായിട്ട് പണിത ഒരു അമ്പലം ഉണ്ടെങ്കിൽ അതിതാണ്. അപ്പോൾ അത് ഞങ്ങളെത്തി തമിഴ്നാട്ടിൽ. നന്നായിട്ടുണ്ടോ നീ? നിത്യയുടെ അതേ മുഖം നോക്കി. ആ അതെന്നാ ചോദിച്ചു? കൈ അടിക്കുക. ആണി രോഗത്തിനുള്ളത് പ്രത്യേകം ചെരുപ്പാണി. നാലരയ്ക്ക് ഇവിടുന്ന് ലാസ്റ്റ് ബസ്സുണ്ട്. ആ ബസ് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയില്ല. ഇങ്ങോട്ട് പ്രൈവറ്റ് വണ്ടികൾ കയറ്റി വിടത്തില്ല. അപ്പോൾ അനൗൺസ് ചെയ്ത് ഇവിടെയുള്ള ആളുകളെല്ലാം 4:30ക്കുള്ള ബസ്സിന് വണ്ടിയെ വരാത്തവരെ ബലമായിട്ട് കയറ്റി വിടും. ഈ കുരങ്ങന്മാർ ഭയങ്കര പ്രശ്നം കേട്ടോ. ബൈക്കെല്ലാം എന്തേ മറിച്ചിട്ടേക്കുന്നു. ചാടി ഭയങ്കര ബഹളമാണ്. അകത്തിട്ടാ അല്ല പൊടിയോ. സൂര്യ കാണാൻ വണ്ടി ഓടിക്കാൻ കാണണം കേട്ടോ. എന്നാ ഞാനവിടെ നിന്നില്ലേ? അവിടെ 2 വീടുകളില്ലേ? ആ വീടുകളുടെ മണ്ടയിലുണ്ടായിരുന്നു.
വീഴരുത്. സൂര്യൻ എന്ന താരത്തെ കല്ല് ഉരുട്ടി മാറ്റി ആ വലിയ കല്ല് തള്ളി താഴെ ഇടാനുള്ള ശ്രമത്തിലാണ്. തള്ളിക്കോ, സൂര്യയെ കൊണ്ട് സാധിക്കുക. തള്ളി മറിക്കടി. നീ വീട്ടിൽ തള്ളുന്ന പോലെ തള്ള്. വാ. ചേട്ടാ, ഈ താഴത്തെ കല്ല് ഉരുണ്ടാല് മുകളിലത്തെ കല്ല് ഇങ്ങോട്ട് വന്ന് വീഴും. അതിന്റെ പുറകെ കൊറേ കല്ലിങ്ങനെ താങ്ങി നിക്കുന്നുണ്ട്. മൊത്തത്തിൽ ബ്ലോക്ക് ആവും. നിനക്ക് തള്ളുന്ന, നീ വീട്ടിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തള്ളുന്ന തള്ളിയാ പോരടി. പനീറും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കാണും. അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചു. ചേർക്ക് വേണമെങ്കിൽ ഓരോന്ന് അത് വേണം കൊടുക്കണമെങ്കിൽ.